കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമായിരുന്നു ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുന്നതിന്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. 2026 ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങൾക്കെതിരെ നല്ല ജനരോഷം ആളിക്കത്തുന്നൊരു സമയം കൂടിയായിരുന്നു. BJP ആകട്ടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി അവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും ഒക്കെ ആയിട്ട് BJPയും ആ രീതിയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ UDFന് ഏറ്റവും അനുകൂലമായൊരു സമയമായിരുന്നു. അതോടൊപ്പം തന്നെ യുവ നേതാക്കൾ വളർന്നു വരുന്നു എന്നുള്ള ഒരു വലിയ ഒരു മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് യുവ നേതാക്കൾ, നല്ല ചെറുപ്പക്കാർ വളർന്നു വരുന്നു എന്നുള്ളത്. പക്ഷെ അതിനെല്ലാം ഇപ്പോൾ അടിയായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഒരു പ്രശ്നം. അതിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം ഓഡിയോ ക്ലിപ്പുകൾ സഹിതം പുറത്തു വരികയാണ്. രാഹുൽ ഗാന്ധി ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട, പുറത്താക്കിക്കോളൂ എന്ന രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി സതീശനും ഒപ്പം സണ്ണി ജോസഫിനും നിർദ്ദേശം കൊടുത്തതായി അറിയുന്നു. ഏതായാലും അത് UDFനൊരു വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു നേതാവ് കോൺഗ്രസിൽ നിന്ന് പോയതുകൊണ്ട് കോൺഗ്രസിനോ കേരളത്തിലോ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. പക്ഷേ ഈ 10 കൊല്ലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്ന നിലയിൽ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഉണ്ടായിരുന്നു. UDFന് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി നിൽക്കുന്നൊരു സമയത്താണ് ഈ ഇഷ്യൂ കേരളീയ സമൂഹത്തിന് ഏറ്റെടുക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. ഇതിനകത്തൊന്നുമില്ല ഒരു മോശം പെരുമാറ്റമുള്ള ഒരാൾ. ആകെ പറയാവുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയും കാലം ഇത്ര മോശമായി പെൺകുട്ടികളോട് പെരുമാറുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ രാഷ്ട്രീയത്തിൻ്റെ ബലം വെച്ചോ അല്ലെങ്കിൽ പൊതുരംഗത്തെ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം വെച്ചോ ഈ എങ്ങനെ ഉണ്ടല്ലോ ഈ പൊതുരംഗത്തെ പേരുകൾ വെച്ചോ ഒക്കെ പെൺകുട്ടികളെ മോശമായിട്ട് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു നേതാവ് ഇത്രയും വരെയെങ്കിലും എങ്ങനെ കോൺഗ്രസ്സിൽ വന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അക്കാര്യത്തിൽ മറ്റു പാർട്ടികളുടെയും നില എന്താണ്? ഇപ്പോഴും ഒരു പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത, അപ്പോൾ ആകെ ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു നടപടി വന്നത് P ശശിക്കെതിരായിട്ടാണ്. അപ്പോൾ ഇപ്പോഴും അതൊക്കെ വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിക്കുന്നത്. പെൺകുട്ടികൾ അവനെ കറക്റ്റ് ചെയ്യാനും തിരുത്താനും ശ്രമിക്കുമ്പോൾ ഇത്തരം കേസുകൾ കേരള രാഷ്ട്രീയത്തിൽ ആരെക്കുറിച്ചൊക്കെ വന്നു, കേസ് വന്നിട്ട് എന്തായി, നീ പോയി കേസ് കൊടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് നേരെ ഇത് ഉന്നയിക്കുമ്പോൾ UDFന് നേരെ ഇത് ഉന്നയിക്കുന്ന അവരും കൂടി ഇതിന് ഉത്തരവാദിയാണ്. ഈ ഒരു സംസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സൃഷ്ടിച്ചെടുത്ത, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പെരുമാറുന്നത് ഇപ്പം നമുക്ക് പേര് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ആ ശബ്ദവും എല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ വാക്കുകളിലെ ധാർഷ്ട്യവും ധിക്കാരവും ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി കൊടുത്തതിൽ ഇവർക്കും പങ്കുണ്ട്. അപ്പുറത്തുള്ളവർ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എങ്ങനെ ആയിക്കൂടെ? അല്ലെങ്കിലും കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താ, നമ്മുടെ രാഷ്ട്രീയത്തിൽ പൊതു സംസ്കാരം എന്താ? അപ്പോൾ ബിനു 10 കെട്ടെങ്കിൽ എനിക്കെന്താ 15 കെട്ടൂടെ എന്നുള്ള ചോദ്യം. അവൻ മോട്ടിച്ചു, ഞാനും മോട്ടിക്കും. UDF ഭരിച്ചപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ട് LDF എന്താ ആയിക്കൂടെ? ആ രീതിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കുറ്റം പറയാന്നാണ് ഇപ്പോൾ ചോദിക്കുക. UDFൽ കോൺഗ്രസിൽ ഇങ്ങനെയാണ്, CPMൽ എങ്ങനെയാണ് അങ്ങോട്ട് ചോദിക്കും. മറിച്ച് പറയാൻ സാധിക്കേണ്ട പാർട്ടികൾ ആരുണ്ട്? ഇപ്പോൾ BJPക്കകത്തും ഇതൊക്കെ തന്നെയല്ലേ ആരോപണങ്ങൾ വന്നു. എത്ര ആരോപണങ്ങൾ വന്നു? സന്ദീപ് വാര്യർക്കെതിരെ സന്ദീപ് വാര്യരെ ഒതുക്കാൻ BJPക്കകത്ത് ഒരു ഗ്രൂപ്പ് കൊണ്ടുവന്ന ഇഷ്യൂ ഇതല്ലേ? ഉള്ളതോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റിലേഷൻ കുറ്റകരമല്ല നമ്മുടെ രാജ്യത്ത്. അത് വിവാഹേതരമായ ബന്ധമാണെങ്കിൽ പോലും ഒരുമിച്ച് ഒരു ആണും പെണ്ണും ഒരു മുറിയെടുത്ത് താമസിക്കുന്നത് കുറ്റകരമേ അല്ല. അതിന് നിയമത്തിന്റെ വലിയ പരിരക്ഷയുണ്ട്. പ്രായപൂർത്തിയായിരിക്കണം എന്നേ ഉള്ളൂ. അവരെ ഉപദ്രവിക്കാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല. ഈ രണ്ടിലൊരാൾ, ഒരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒരുമിച്ച് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുമ്പോൾ ആ 2 പേരിൽ ഒരാൾ പരസ്പരം പരാതിപ്പെട്ടെങ്കിലല്ലാതെ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു രാജ്യത്ത് നിയമവിരുദ്ധമായ ഒരു സംഗതി ചെയ്യാത്ത കാലത്തോളം നമുക്ക് എങ്ങനെ ഒരു പൗരനെ? വേടന്റെ വിഷയത്തിൽ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം, ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം പിന്നീട് അത് പീഡനമായി കേസ് കൊടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ കോടതി ചർച്ച ചെയ്തിരുന്നു. തീർച്ചയായിട്ടും വേടന്റെ കേസിലും അതുണ്ട്. പക്ഷെ വേടന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാഗ്ദാനം നൽകി, അല്ല, വിവാഹം മാത്രമല്ല, വേടൻ ഒരു സാഡിസ്റ്റാണ്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ കേട്ട വിവരങ്ങൾ വെച്ചിട്ട് എന്നോട് തന്നെ ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ. അപ്പൊ ഞാൻ പറയുന്നത് അതൊന്നും ഒരു മനുഷ്യന് ചേർന്ന പെരുമാറ്റമല്ല, ഒരു സാധാരണ. പിന്നെ മാത്രമല്ല ഓവർ ഈ കെമിക്കൽ ഡ്രഗാണ് അടിക്കുന്നത്. എന്നിട്ട് ഞാൻ കഞ്ചാവേ വലിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. വേടനെയൊക്കെ വാഴ്ത്തുന്നത് കേരള ചരിത്രത്തിൽ CPMനെ പോലെ ഒരു പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ ആ ഭരണകൂടവും ആ പാർട്ടിയും ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയാണ് വേടനെ വാഴ്ത്തിക്കൊണ്ട് ഏറ്റിക്കൊണ്ട് നടന്നു എന്നുള്ളത്. ഇപ്പൊ ആരും ഇല്ലല്ലോ, മിണ്ടാട്ടം ഇല്ലല്ലോ. വേടന്റെ കേസ്
വേറെ എടുക്കണം. എന്തായാലും ഇതിൽ വേടൻ്റെ കേസ് ഉൾപ്പെടെ നമ്മൾ പഠിക്കേണ്ട ഒരു കേസ് നമ്മുടെ പെൺകുട്ടികളോട്, എനിക്കും 2 പെൺകുട്ടികളുണ്ട്, ഞാൻ പറയുന്ന ബിനുവിനും ഒക്കെ മക്കൾ, ഞാൻ പറഞ്ഞ മക്കളോട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ സാധനം ഉണ്ടല്ലോ സെലിബ്രിറ്റി, അല്ലെങ്കിൽ 4 പേര് അറിയുന്നവരോട് കാണിക്കുന്ന ഒരു അഭിനിവേശം ഉണ്ടല്ലോ, അത് അനുരാഗം പോലും അല്ല. ഒരു ഇഷ്ടം എന്ന് തോന്നുന്നത് ഇഷ്ടം തോന്നി, അടുപ്പം തോന്നി, അത് അനുരാഗമായി, അത് പിന്നീട് ഇൻറ്റിമസിയിലൊക്കെ വളരുന്നതിൻ്റെ കുറേ ഘടകങ്ങളുണ്ട് പ്രണയത്തിൽ. ഇതൊന്നുമല്ല. സെലിബ്രിറ്റി ആണോ എന്നാൽ പിന്നെ അവൻ വിളിച്ചാൽ ഉടനെ ചെല്ലുക, അവൻ ബലാത്സംഗം ചെയ്താൽ സഹിക്കുക, എന്നിട്ട് ആരോടും അത് പറയാതിരിക്കുക, വർഷങ്ങൾക്ക് ശേഷം എന്നിട്ട് പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ സ്വകാര്യമായി വലിയ ഒരു സംഗതിയായി കൊണ്ടു കിടക്കുക. ഞാൻ വേടന്റെ കൂടെ കിടക്കുന്നു. ഇത് ചെറിയ വേടൻ പോലുള്ള കാടന്മാർക്ക് മാത്രമല്ല, കാടൻ ഞാൻ പറയുന്നത് കാട്ടിലുള്ളവരെ ബഹുമാനിക്കാൻ, എൻ്റെ കൾച്ചർ വെച്ചാൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാറുകളോട് കാണിക്കുന്നില്ലേ? ഒരു സിനിമാ താരത്തെ കിട്ടിയാൽ എന്ത് വേണമെങ്കിലും ആവാം എന്ന് വിചാരിക്കുന്ന ഒരു പെൺമനസ്സുണ്ടല്ലോ. സ്ത്രീകളുടെ ഒരു കൾച്ചറിന് ഇതിന് വലിയ ഘടകമുണ്ട്. സെലിബ്രിറ്റി ആണോ എന്നാൽ പിന്നെ എന്തു ആവാം. അത് നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് പെൺകുട്ടികൾക്ക് ഒരു പുരുഷനോടുള്ള ആത്മബന്ധത്തിനാണ് പ്രണയം എന്ന് പറയുന്നത്? അതിന് സെലിബ്രിറ്റി ആവാൻ എന്തിനിരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കൂടുതൽ സമയവും നിങ്ങളെ മനസ്സിലാക്കാനുള്ള ശേഷിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യോഗ്യതകളും ഒക്കെ ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ എന്തിനാ സെലിബ്രിറ്റി ആവുന്നത്? ഈ സെലിബ്രിറ്റിയെ തേടി പോകുമ്പോഴാണല്ലോ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ഇപ്പൊ സത്യത്തിൽ സംഭവിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ തിരിച്ചറിഞ്ഞ് നിലക്ക് നിർത്തി ശുദ്ധീകരിക്കേണ്ടിയിരുന്ന ഒരു സമയത്ത് പലരായിട്ട് ഇത് ചെയ്യാത്തതിൻ്റെ കുറ്റമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്. കോൺഗ്രസ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ഒരു നിർണായകമായ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോട്ടെ, ഇനി വേണമെങ്കിൽ അടുത്ത തവണ സീറ്റ് കൊടുക്കാതിരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും അല്ലാതെ പോകട്ടെ. പക്ഷേ 2 3 പ്രധാനപ്പെട്ട നഷ്ടങ്ങളുണ്ട്. ഒന്ന്, UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത. ഇത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും. എപ്പോ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം ഇതാണ്, സ്ത്രീ വിഷയം എന്തോ മാരകമായൊരു സാധനമാണ്. അങ്ങനെ കൾച്ചർ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എതിരായിട്ടാണ് ഉപയോഗിക്കുക. രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടിയാൽ മലപ്പുറത്തെ CPM-മാർ ഉപയോഗിക്കും. അങ്ങനെയാണ്. ഇപ്പുറത്തൊന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടുമ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ടാവും. കുഞ്ഞാലിക്കുട്ടിയെ കിട്ടിയപ്പോൾ ഇപ്പുറത്ത് ഉപയോഗിച്ചു. സരിതയെ കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. P ശശിയുടെ കേസ് കിട്ടി. P ശശിയുടെയും PK ശശിയുടെയും കേസ് കിട്ടുമ്പോൾ അങ്ങോട്ട് ഉപയോഗിക്കും. ഇടക്കാലത്ത് ഇതിന് സമാനമായ സംഗതികളൊക്കെ ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ ഉണ്ടായിരുന്നു, ജോസ് തെറ്റേലിനെതിരെ കേസ് വന്നു, ഗോപി കോട്ടമുറിക്കലിനെതിരെ കേസ്. ഞാൻ പറയുന്നത് വിൻസെന്റ് ജയിലിലും കിടന്നല്ലോ. വിൻസെന്റ് ജയിലിൽ കിടന്നു. ഞാൻ പറയും, ഇതൊക്കെ കിട്ടുമ്പോൾ പരസ്പരം ഉപയോഗിക്കുക എന്നല്ലാതെ ഒരു ക്ലാരിറ്റി വരുത്തണ്ടേ പരസ്യമായിട്ട് പാർട്ടിക്കകത്ത് എങ്കിലും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്നത്, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മാർക്സിസ്റ്റുകാർക്ക് ഒരു പൊതു സമീപനമുണ്ട്. നിങ്ങളുടെ പെരുമാറ്റച്ചട്ടം സാമൂഹ്യ വിരുദ്ധമാകുമ്പോൾ അത് പാർട്ടി നേരിടും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഹാബിറ്റാണ് മദ്യം എന്ന് വെച്ചോളൂ. മദ്യപാനം ഒരു സോഷ്യൽ ഇഷ്യൂ ആവാത്ത കാലത്തോളം അത് ഉയർത്തിപ്പിടിക്കാനേ പാടില്ല. ഇപ്പോൾ വന്ന് കേരളീയ സമൂഹത്തിന് വേണ്ടി നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ വരെ മദ്യപിക്കുന്നവരെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇവർക്കൊരു നയമെടുക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൃത്യമായൊരു നയം പണ്ടുണ്ടായിരുന്നു, അത് എടുക്കേണ്ടതുണ്ട്.